വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾസിൻ്റെ അമെൻമെൻറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇനി നോക്കുന്നത് റൂൾ 37A ആണ്. റൂൾ 37A ഒരു പുതിയ ഭാഗമാണ് കേട്ടോ. ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ്. എന്താണ് ഈ കോപ്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു മേഖലയിൽ കുറച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പ്രൊഫഷണൽ നോളജൊക്കെ ഉള്ള ആൾക്കാരെ അവരുടെ ഒരു അല്ലെങ്കിൽ ഉപദേശക സമിതി അംഗം പോലെ വെക്കുകയാണ്. അവർക്ക് അഡീഷണലായിട്ടുള്ള ജോലികൾ കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ ജോലികളെയാണ് അവർ കോപ്റ്റഡ് മെമ്പേഴ്സിനെ ഏൽപ്പിക്കുന്നത്. അഡീഷണലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കുറച്ചും കൂടി ഒരു ബാങ്കിങ് എക്സ്പീരിയൻസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും പിന്നെ അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ നിന്നാണ് കോപ്റ്റഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, അവരുടെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് അമെൻമെൻറ്റ് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക്. ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ നോക്കാം. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് 37A സബ് റൂൾ 1 എന്താ പറഞ്ഞിട്ടുള്ളത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടൈൻഡ് ഇൻ ദ ബൈലോസ് ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റിയുടെ ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ദ കമ്മിറ്റി ഇൻ ഓഫീസ് ഷാൾ കോപ്റ്റ് 2 പേഴ്സൺസ്, 2 ആൾക്കാരെയാണ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയും കേട്ടോ. ഹു ആർ ഓർ വേർ ഇൻ പെയ്ഡ് സർവീസ് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്. പെയ്ഡ് സർവീസ് ആയാലും മതി അല്ലേ, വർക്ക് ചെയ്യുന്ന പെയ്ഡ് സർവീസ് ഉള്ള ആൾക്കാരെയാണ് എടുക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ആൾക്കാർ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ, കൊമേഴ്ഷ്യൽ ബാങ്കിൽ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ, അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് പീക്കാട് ബാങ്കിൽ, ഇനിയിപ്പോൾ ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിലും DCBയിലും പിന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും ആ ഒരു മാനേജീരിയൽ കേഡറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായാലും മതി. അവർക്ക് DCBയിൽ വർക്ക് ചെയ്ത് റിട്ടയർ ആയ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് ഷോൾ ഹാവ് 10 years മിനിമം സർവീസ് ഉണ്ടായാൽ മതി കേട്ടോ. ഇൻ ദെയർ റെസ്പെക്റ്റീവ് ഫീൽഡിൽ 10 വർഷം മിനിമം സർവീസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം ഈ പോയിൻ്റൊക്കെ കേട്ടോ. ആൻഡ് ഷോൾ ഹാവ് അക്വയർഡ് ഗ്രാജുവേഷൻ വേണം. ഒരു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, അതായത് UGC അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ബിരുദം എടുത്ത ആളുകൂടി ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് എത്ര പേരെയാണ് കോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് കോപ്റ്റ് 2 persons എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 2 പേഴ്സൺസിനെയാണ് കോപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് പെയ്ഡ് സർവീസ് എന്ന ആൾക്കാരെ ആവാം കോപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഫീൽഡുകൾ ജസ്റ്റ് നോക്കി വെക്കണം, ഏതൊക്കെ ഫീൽഡുകളിലാണെന്ന് നോക്കി വെക്കണം. മാനേജീരിയൽ കാഡറിൽ നിന്നാണ് എടുക്കുക. DCB ആണെങ്കിലും സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിലും മാനേജീരിയൽ കാഡറിൽ വർക്ക് ചെയ്ത ആൾക്കാരെയാണ് എടുക്കുക. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ 10 years മിനിമം സർവീസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. 10 years മിനിമം സർവീസ് വേണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ UGCയുടെ അംഗീകാരത്തോടുള്ളൊരു ഗ്രാജുവേഷൻ ഉള്ള ആളായിരിക്കണം, അത് പറഞ്ഞു. ഇനി ഈ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാവാം കോപ്റ്റഡ് പേഴ്സൺസിൻ്റെ എന്ന് നോക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് നോക്കി വെക്കണം. കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, MBA, ഫിനാൻസ് ഓർ ബാങ്കിങ് അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ BCom കോർപ്പറേഷൻ, ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഫീൽഡിലാണെങ്കിൽ MBA ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ, അഗ്രികൾച്ചറൽ BSc അഗ്രികൾച്ചറൽ ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ, എക്കണോമിക്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ, കൊമേഴ്സിലാണെങ്കിൽ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് എടുക്കുന്നെങ്കിൽ MCOMും BCom കോർപ്പറേഷനും അല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പിന്നെ അല്ലെങ്കിൽ അതിന് തത്തുല്യമായത് പബ്ലിക് ഫിനാൻസ് ആണ്. പ്രത്യേകം ഫിനാൻസ് എന്ന് മാത്രമല്ല MBA ഫിനാൻസുള്ളവരെയാണ് എടുക്കുക. പബ്ലിക് ഫിനാൻസ് എന്നാണ് കേട്ടോ. ഫിനാൻസ് മാത്രം ഓപ്ഷൻസിലുണ്ടായിരുന്നു, അപ്പോൾ അതല്ല, പബ്ലിക് ഫിനാൻസ് തന്നെ കൊടുക്കണം. പിന്നെ ലോ എന്നാണെങ്കിൽ LLB, റൂറൽ ഡെവലപ്മെൻ്റ് എന്നാണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ MCA ആണ് അല്ലെങ്കിൽ എനി അതർ ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെയാണ് അവർ നോക്കുന്നത്. ഓക്കെ,
കോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോപ്റ്റഡ് മെമ്പേഴ്സ് ഷോൾ നോട്ട് ഹാവ് എനി ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അതിൽ പറഞ്ഞിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നും ഈ കോപ്റ്റഡ് മെമ്പേഴ്സിന് ഇല്ല എന്നാണ് പറഞ്ഞിട്ടോ, ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ കോപ്റ്റഡ് മെമ്പേഴ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഷാൾ ബി ഡൺ ഓൺലി വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അപ്പോയിൻമെൻറ്റ്. കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെയോ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയോ അപ്പോയിൻമെൻറ്റ് ആരുടെ പ്രയർ അപ്രൂവലോട് മുൻകൂർ അനുവാദത്തോടു കൂടി മാത്രമേ നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രാറുടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഇനി ദ സൊസൈറ്റി ഷാൾ സബ്മിറ്റ് ഒരു ആപ്ലിക്കേഷൻ എലോങ് വിത്ത് ദ റെസൊല്യൂഷൻ പാസ്സാക്കണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവർക്കും താല്പര്യം വേണമല്ലോ. അപ്പോൾ അങ്ങനെ റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ആ റെസൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യണം എലോങ് വിത്ത് റെസൊല്യൂഷൻ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ സൊസൈറ്റി. എന്തിനു വേണ്ടിയിട്ട്? ഈ കോപ്റ്റഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സ്. ആർക്ക് മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്ന? രജിസ്ട്രാർക്ക് മുൻപാകെ. ആൻഡ് വിത്ത് ദെയർ എക്സ്പീരിയൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് കൂടി വെക്കണം. ഒന്നും അറിയാത്ത ഒരാളെ കോപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസും കൂടി കൂടെ വെക്കണം. ദ രജിസ്ട്രാർ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഷോൾ കൺസിഡർ ദ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യും. ആൻഡ് മേ ഇഷ്യൂ എന്നിട്ട് പെർമിഷൻ കൊടുക്കും ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡിനെ തടയും അല്ലേ, ആപ്ലിക്കേഷൻ വിത്ത് പ്രോപ്പർ റീസൺസ് പറഞ്ഞിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് തടയാം. എന്തു തന്നെ ആയിരുന്നാലും വിത്തിൻ 1 month ആണ് സമയപരിധി. അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റിസിപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. വിത്തിൻ 1 month ആണ്. ഒരു മാസത്തിനകം ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിച്ച ഒരു മാസത്തിനകം ഇതിന്മേൽ തീരുമാനം എടുക്കണം. അപ്പോൾ അത് നോക്കി. പിന്നെ അടുത്തൊരു സബ് റൂൾ വരുന്നത്, 5ാമത്തെ സബ് റൂൾ വരുന്നത്, ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ നോട്ടീസ് ഇഷ്യൂ ചെയ്യും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. എന്താ പറയുന്നത്? കോപ്റ്റ് മെമ്പേഴ്സിനെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഓർ റെപ്രസെൻറ്റേറ്റീവ്സിനെ എടുക്കൂ എന്ന് പറഞ്ഞിട്ട്, കമ്മിറ്റിയിലേക്ക് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ ഒരു നോട്ടീസ് അയക്കും. അപ്പോൾ ഇനിയിപ്പോൾ അത് അവർ മുഖവിലയ്ക്ക് എടുത്തില്ല എന്ന് വിചാരിക്കാം. ഇഫ് ഇറ്റ് ഫെയിൽസ് ടു കോപ്റ്റ് ദ പേഴ്സൺസ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സ്, പരാജയപ്പെട്ടാൽ സെക്ഷൻ 1Gയിലാണ് പറഞ്ഞത് കേട്ടോ. സെക്ഷൻ 28 1Gയിലാണ് ഈ കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യം പറയണത്. അത് പ്രകാരം ആണ് അയക്കുന്നത്. പക്ഷെ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, ഇഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ നോട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഈ ഒരു രജിസ്ട്രാർ ഡയറക്ഷൻസ്, അങ്ങനെയെങ്കിൽ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ നോട്ടീസ്, ഈ നോട്ടീസ് കിട്ടി വിത്തിൻ 1 month ഒരു മാസത്തിനകം രജിസ്ട്രാർ എന്ത് ചെയ്യും? ഷാൾ നോമിനേറ്റ്. ഒരു മാസം അവർക്കത് കൊടുക്കാനുള്ള സമയം, റെസ്പോണ്ട് ചെയ്യാനും വെക്കാനുള്ള സമയമാണ്. ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രജിസ്ട്രാർ നോമിനേറ്റ് ചെയ്യും പേഴ്സൺസിനെ കേട്ടോ. നോമിനേറ്റ് പേഴ്സൺസ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സ് ആസ് മെൻഷൻഡ് ഇൻ സബ്സെക്ഷൻ 1G ഓഫ് സെക്ഷൻ 28 പറഞ്ഞിട്ടുള്ള പോലെ എന്ത് ചെയ്യുക? രജിസ്ട്രാർ പേഴ്സൺസിനെ നോമിനേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവിനെ നോമിനേറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു റൂൾ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റൂളാണ്. കുറച്ചധികം ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ എണ്ണം 2 ആലോചിക്കുക. അവർ ഏതൊക്കെ മേഖലയിലുള്ളതാണ്? റെപ്രസെൻറ്റേറ്റീവ്സ് എന്നും പറയും കേട്ടോ. കോപ്റ്റഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയും. അപ്പോൾ ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും 2 ആൾക്കാരെയാണ് ഇങ്ങനെ കോപ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുക. എവിടെ നിന്ന്? പെയ്ഡ് സർവീസ്, കൊമേഴ്ഷ്യൽ ബാങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കേരള ബാങ്കിൽ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ, കേസ് കാർഡ് ബാങ്കിൽ, പിന്നെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിലൊക്കെ, DCBയിലും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും മാനേജറിയൽ കേഡറിൽ 10 years മിനിമം സർവീസുകൾ. ഈ 2 പോയിൻറ്റും ശ്രദ്ധിക്കണം. അവർക്കും ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് UGCയുടെ അനുമതിയോട് കൂടിയിട്ടുള്ള ഗ്രാജുവേഷനുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? അവരെയും കോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കണം. ചോദിച്ചിട്ടുള്ളത് ഈ ഒരു പബ്ലിക് ഫിനാൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യാം. അതുമാത്രമല്ല എല്ലാം നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അതാ ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇത് കോപ്റ്റഡ് മെമ്പേഴ്സിന് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല 1969 ആക്ട് പ്രകാരം എന്ന് പറഞ്ഞു. ഇനി ഇത് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ് എങ്ങനെ? പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ വാങ്ങിയിട്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിത്തിൻ 1 monthനകം രജിസ്ട്രാർ എന്ത് ചെയ്യണം? ഇവരയക്കും. ഇവർ പിന്നെ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കിയിട്ട് അയക്കും. റെസൊല്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് ഇവർ അയക്കുക. അപ്പോൾ അങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അയച്ചു കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 1 monthനകം ഇദ്ദേഹം തീരുമാനം എടുക്കണം. ഓക്കെ. ഇനി ദ രജിസ്ട്രാറാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. എന്താ ഡയറക്റ്റ് ചെയ്യണമെന്ന് അവരോട് കോപ്റ്റഡ് മെമ്പേഴ്സിനെ വെക്കാൻ പറഞ്ഞിട്ട് അല്ലേ.
ഇനി അത് കഴിഞ്ഞു, അത് വെച്ചില്ല എന്ന് വിചാരിക്കുക. 1G ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1Gയിലാണ് സെക്ഷൻ 28 1Gയിലാണ് അത് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇനി അദ്ദേഹം വെച്ചില്ല, റെസ്പോണ്ട് ചെയ്തില്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് വെച്ചാൽ രജിസ്ട്രാർ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ നോട്ടീസ് കിട്ടി 1 മാസത്തിനകം ഒരു റെസ്പോണ്ടും ഇല്ലെങ്കിൽ രജിസ്ട്രാർ എന്ത് ചെയ്യും? നോമിനേറ്റ് ചെയ്യും പേഴ്സൺസിനെയോ റെപ്രസെൻറ്റേറ്റീവിനെയോ 28 1G പ്രകാരം എന്നാണ് പറയണത്. ഓക്കെ, അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം തന്നെയാണ് കേട്ടോ. കുറച്ച് 3 4 5 ചോദ്യങ്ങൾ ഇവിടുന്ന് നിങ്ങൾ എങ്ങനെയൊക്കെ വരാമെന്ന് നിങ്ങൾ ഊഹിച്ച് വെക്കുക. അപ്പം നമ്മുടെ ലോയുടെ ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചാപ്റ്റർ 4 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ചാണ് റൂളും സെക്ഷനും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കണക്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പഠിപ്പിച്ച് പോവുകയാണ്. PDF ആദ്യം ഇടും, വോയിസ് പിന്നീടും. ടെലഗ്രാമിലാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ചാനലിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കി ചോദിക്കുക കേട്ടോ. ഓക്കെ, ലോ മാത്രമല്ല നമ്മൾ ബാക്കിയുള്ള ജസ്റ്റ് PDF മാത്രം, അതായത് യൂട്യൂബിൻ്റെ PDF ആണ് പിന്നെ ഇടുന്നത്. വോയിസ് ക്ലാസ് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്നത് ലോ മാത്രമാണ് കേട്ടോ. പിന്നെ കറണ്ട് അഫെയർസൊക്കെ ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, എക്സാമിനോടനുബന്ധിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു വാസ്റ്റായിട്ടുള്ള ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോഴ്സ് നല്ലപോലെ പോകുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ കേട്ടോ. അപ്പോൾ ബാക്കി അമെൻമെൻറ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.